IG യും DAG ഒക്കെ ഞാൻ വരച്ച വരയിൽ നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഉണക്ക ലോക്കൽ പോലീസ്. നിന്നെ എനിക്കിപ്പോ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല, അവളുടെ ഈ ധിക്കാരത്തിന് ഉടനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇത് ഉറങ്ങാനുള്ളൊരു മരുന്ന്. ഇത് വല്ല ഭക്ഷണത്തിലോ മറ്റോ ചേർത്ത് അവക്ക് കൊടുക്ക്. ഇത് മാരക പോയിസൺ ആണെന്നുള്ള കാര്യം മീനാക്ഷി അറിയണ്ട. ചിലപ്പോ കൊടുത്തില്ലെങ്കിലോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മ? എന്തു കുഴപ്പം? അവളൊരു 4-5 മണിക്കൂർ ബോധം കെട്ട് ഉറങ്ങും. ആ സമയത്ത് നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് തിരികെ വരാം. ശരി വല്യമ്മ. പൊതുവെ ഇവർക്ക് ഉറക്കം കുറവാ. അവര് നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. നീ ഇത് കൊടുക്ക്, എന്നിട്ട് എന്നെ വിളിക്ക്. അപ്പൊ ഞാനൊന്ന് കറങ്ങി വരാം. ശരി. ഇതെന്താ? ഇത് നിനക്ക നൂഡിൽസ്. ഓ, എന്താ, നിനക്ക് നൂഡിൽസ് ഇഷ്ടല്ലേ? നൂഡിൽസ് ഇഷ്ടമൊക്കെ തന്നെയാ. ചിക്കൻ നൂഡിൽസ് ആയാലും വെജിറ്റബിൾ നൂഡിൽസ് ആയാലും. വാ കഴിക്കാം, വാ. ഇരിക്ക്, കഴിക്കാം. എന്താ എന്താ നോക്കി നിൽക്കുന്ന? നീ കഴിക്കുന്നില്ലേ? എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? നിങ്ങൾ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിലോ? മീനാക്ഷി, എനിക്ക് നിങ്ങളെ പേടിയാ. നിങ്ങൾ എന്തും ചെയ്യും. അത്രയ്ക്കും മോശമായ മനസ്സാ നിങ്ങളുടേത്. എന്റെ അമ്മയെ കൊന്നതുപോലെ നിങ്ങൾ എന്നെയും കൊല്ലാൻ ശ്രമിക്കും. അപ്പൊ നിന്നെ കൊല്ലാൻ ഞാൻ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കുന്നു. നിങ്ങൾ അതും ചെയ്യുന്ന സ്ത്രീയാ. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഈ നൂഡിൽസിൽ ഞാൻ പോയ്സൺ ചേർത്തിട്ടില്ലെന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു തരാം.
എൻ്റെ പ്ലാൻ സക്സസ് ആയി. ഇവർ കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ വല്യമ്മയുടെ കൂടെ പോവാലോ. ദൈവമേ, ഇവരിത് മുഴുവൻ കഴിക്കുകയാണല്ലോ. ഉറങ്ങാനുള്ള മരുന്നാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നിങ്ങൾ എന്തിനാ ഇത് മുഴുവൻ കഴിക്കുന്നേ? നീ പേടിക്കണ്ട, നിനക്ക് വേറെ ഇരിപ്പുണ്ട്. എന്നാലും നിന്നെ കൊല്ലാൻ ഞാൻ ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടെങ്കിലേ ഞാനിപ്പം മരിച്ചു വീഴുമല്ലോ. ദൈവമേ, ഇത് മുഴുവൻ കഴിച്ചാ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? അത് കഴിച്ചത് എന്താ മീനാക്ഷി ഇത്? അതിലും അമിതമായി ഉറക്കമരുന്ന് കലർത്തിയിട്ടുണ്ട്. എന്താ എന്താ പറ്റിയേ? നിനക്കെന്താ പറ്റിയത്? അയ്യോ 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 അയ്യോ, എന്റെ ദൈവമേ, മുത്തശ്ശൻ ഇവിടെ ഇല്ലല്ലോ. ആരെങ്കിലും ഒന്ന് ഓടിവായോ, ഓടിവായോ. അയ്യോ, എന്താ പറ്റിയത് മോളെ? നന്ദിനി മോളെ, ഇതെന്താ പറ്റിയത്? ഇവര് ഉറക്കമരുന്ന് കഴിച്ചു. അയ്യോ, എന്ത് പ്രശ്നമുണ്ട് മോളെ? അതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പെട്ടെന്ന് പിടിക്ക് പതുക്കെ. അയ്യോ പതുക്കെ. അയ്യോ അയ്യോ, ഇവിടെ ഇരുത്താം. പതുക്കെ പതുക്കെ മോളെ. അയ്യോ, ഞാനൊരു വണ്ടി പിടിച്ചോണ്ട് വരാം. മോള് പെട്ടെന്ന് വാ. മോളെ, മോളെ, നന്ദിനി മോളെ. ചേട്ടാ ചേട്ടാ, അയ്യോ ചേട്ടാ, ഒന്ന് നിർത്തൂ. ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒന്ന് നിർത്തണ. ചേട്ടാ, ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ചേട്ടാ ചേട്ടാ, ദൈവമേ, ചേട്ടാ. വണ്ടി കിട്ടുന്നില്ലേ മോളെ? ഇല്ല ആന്റി. നന്ദിനി മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുഴപ്പമാവും. മോളെ, ചേട്ടാ ചേട്ടാ, ഒന്ന് വണ്ടി എടുക്കോ. അവിടെ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. എവിടെ?
ചേട്ടാ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. ഒന്ന് വണ്ടി എടുക്ക്. വണ്ടി എടുക്കാൻ പറ്റുമായിരുന്നെങ്കിലേ ഞാനിങ്ങനെ ഇവിടെ കിടക്കുമായിരുന്നു. അങ്ങോട്ട് മാറ്, അങ്ങോട്ട് മാറിക്കേ. മാറ്, മാറ് ചേട്ടാ. വണ്ടി അവിടെ നിർത്തണേ. എന്റെ വണ്ടി ഞാനാരാണെന്ന് നിനക്കറിയില്ല. മോളെ പെട്ടെന്ന് വാ മോളെ. പെട്ടെന്ന് പിടിക്ക്. അമ്മേ വാ മോളെ പതുക്കെ. പതുക്കെ എഴുന്നേക്ക്. മോളെ ഇങ്ങ് കൊണ്ടു. പതുക്കെ. ദേ, അമ്മ താഴെ വീഴാതെ നോക്കിക്കോണേ ആന്റി. താഴെ വീഴാതെ നോക്കിക്കോളാം മോളെ. മോള് വേഗം വണ്ടി എടുക്ക്. എന്റെ മോളെ കണ്ണു തുറക്ക് മോളെ. മോളെ ഒന്ന് പെട്ടെന്ന് വിടും മോളെ. മോളെ അമ്മേ അമ്മേ എന്റെ ദൈവമേ, ഞാൻ എന്ത് മഹാപാപം ചെയ്ത്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ മോളെ. ഒന്ന് പെട്ടെന്ന് വിടും മോളെ. എന്റെ ദൈവമേ, മോളെ കണ്ണു തുറക്ക്. അയ്യോ അമ്മേ അമ്മേ. എന്റെ മോളൊന്ന് കണ്ണു തുറക്ക്. എന്റെ ദൈവമേ. എന്താ മോളെ? എന്ത് പറ്റി മോളെ? ഈ വണ്ടിയുടെ ടയർ പഞ്ചറാ. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയില്ല. എന്റെ ദൈവമേ, നിങ്ങളെ കാത്തു രക്ഷിക്കണേ. അമ്മേ അയ്യോ നന്ദി മോളെ. അമ്മേ 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 ഒന്ന് എഴുന്നേക്കമ്മേ. അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ. അയ്യോ മോളെ മോളെ. ആന്റി, അമ്മയെ പിടിച്ചോണേ. ഞാനൊരു വണ്ടി കിട്ടോ നോക്കട്ടെ. പെട്ടെന്ന് പോയിട്ട് പോ മോളെ. നന്ദിനി മോളെ. മോളെ മോളെ. അയ്യോ എന്റെ മോളെ എഴുന്നേക്ക് മോളെ. എന്റെ ദൈവമേ. എഴുന്നേക്ക് മോളെ. മോളെ മോളെ. അയ്യോ മോളെ. അയ്യോ മുത്തശ്ശി, 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 മുത്തശ്ശ, ഏച്ചിപ്പി, മുത്തശ്ശി. അയ്യോ
മുത്തശ്ശി അയ്യോ മുത്തശ്ശി ആരാ അത്? മീനാക്ഷിയാണോ? എന്താ 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 പറ്റിയേ? എന്താ പറ്റിയത്? എന്താടി കാര്യം പറ. കാര്യം പറ മോളെ, എന്താ? നന്ദിനിക്ക് എന്ത് പറ്റി? അവിടെ റോഡില്. റോഡിലോ? റോഡിൽ എന്താ കാര്യം പറ. നന്ദിനി അമ്മ വിഷം കഴിച്ചു. എന്റെ ഭഗവതി, അങ്ങളെ, ദൈവമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർമാർ നോക്കുന്നുണ്ട് മോനെ, അവരൊന്നും പറഞ്ഞിട്ടില്ല. ചോര ഒത്തിരി ഛർദ്ദിച്ചിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷയിലും അവളെ താങ്ങി പിടിച്ചുകൊണ്ട് വന്ന ആ സ്ത്രീയുടെ ദേഹത്തും ഒക്കെ ചോരയായിരുന്നു. പേഷ്യന്റിന് കൂടെ വന്നവരല്ലേ? ആ, സാറും ഉണ്ടായിരുന്നു അവിടെ. സാറിന്റെ ആരാ പേഷ്യന്റ്? അത് അമ്മ തന്നെയാ, വളർത്തമ്മ. എങ്ങനെ ഇരിക്കുന്നു ഡോക്ടർ അമ്മയ്ക്ക്? ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈശ്വര, ബ്ലഡ് വേണം. ഓ നെഗറ്റീവ്. ഞാൻ ഇപ്പൊ ഏർപ്പാടാക്കി തരാം ഡോക്ടർ. മുത്തശ്ശിയുടെ മോളല്ലേ നന്ദിനി അമ്മ? മുത്തശ്ശിയുടെ ബ്ലഡ് അമ്മയ്ക്ക് ചേരുമല്ലോ. ഞാൻ പ്രസവിച്ചതല്ല അവളെ. എങ്കിലും അവളെന്റെ മകള് തന്നെയാ. ഞാൻ അവളെ പ്രസവിച്ചിരുന്നെങ്കിൽ എന്റെ ബ്ലഡ് അവക്ക് ചേർന്നേനെ. അപ്പോ മുത്തശ്ശിയുടെ മകളല്ലേ നന്ദിനി അമ്മ? നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയുന്നത്? അമ്മയുടെ മൂത്ത മരുമകളാ നന്ദിനിയെടുത്തി. അതായത് നിന്റെ അച്ഛൻ ജയരാമന്റെ യഥാർത്ഥ ഭാര്യ. എന്റെ അച്ഛന്റെ ഭാര്യയോ? അതെ, എന്റെ രാമേട്ടന്റെ പെങ്ങളാ നിന്റെ അമ്മ. എന്റെ ജയേട്ടനെ നന്ദിനിയുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി എന്റെ ജയേട്ടനെ തട്ടിക്കൊണ്ടു പോയ നെറുകെട്ട സ്ത്രീയാ നിന്റെ അമ്മ മാധുരി. അതിന്റെ പേരിൽ ജീവിതം തൊലഞ്ഞു പോയ ഒരു പഞ്ചഭാവമായ എന്റെ നന്ദിനി. അവൾ അതിനകത്ത് മരണവുമായി മല്ലിടുക. ദൈവത്തിന് പോലും കണ്ണില്ലാതായി പോയല്ലോ. അമ്മേ,
ഡോക്ടർ, ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ചെയ്യുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. മാരകമായ പോയ്സണാണ് കഴിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ചാൻസ് 100-ൽ 1 മാത്രമാണ്. ഇതെന്താ സംഭവിച്ചത്? എന്റെ ദേവം വിഷം കഴിക്കാൻ എന്തായിരുന്നു കാരണം? അവിടെ ഇന്ദ്രജ അമ്മായി വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മീനാക്ഷി? അല്ല, ഞാനാ കാരണക്കാരി. അമ്മ വിഷം കഴിച്ചതല്ല, ഞാൻ കൊടുത്തതാ. മഹാപാപിയായ ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തു.